Students, last class lo cheytha video ide balance aanidhu. Page number 101. No 2. 2 illatha edakkayanu 1, 3, 9. No 3. 3 illathana right side like poyekkunnathu. Edakkayanu 1, 2, 4, 8, 16. Next വന്നിരിക്കുന്നത് 1, 2. ഒരു 2 എങ്കിലും ഉള്ളത് ഏതൊക്കെയാണ്? 2, 6, 18. 1, 3. ഒരു 3 ഉള്ളത് ഏതൊക്കെയാണ്? 3, 6, 12, 24, 48. നെക്സ്റ്റ് എന്താണ്? 2 2s. രണ്ട് 2 ഉള്ളത് ഏതൊക്കെയാണ്? 4, 12, 36. 3 2s ഉള്ളതോ? 8, 24, 72. 4 2s ഉള്ളത് 16, 48 ആൻഡ് 144. 2 3s ഉള്ളത് ഏതൊക്കെയാണ്? 9, 18, 36, 72, 144. Thus the number in each column multiplied by 2 gives the number in the next column. അതായത് ഫസ്റ്റ് കോളത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കോളം കിട്ടും. സോ എ ഫാക്ടർ ഓഫ് 144 ക്യാൻ ബി ഫൗണ്ട് ലൈക്ക് ദിസ്. അപ്പോൾ 144ൻ്റെ ഫാക്ടേഴ്സിനെ നമുക്ക് ഈ രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. മൾട്ടിപ്ലൈ സം 2s and 3s. The number of 2s must be less than or equal to 4. 4നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ 4 ആയിരിക്കും. We can also choose to take 2 at all. വേണമെങ്കിൽ നമുക്ക് എന്ത് തന്നെ ചൂസ് ചെയ്യാം? 2 തന്നെ ചൂസ് ചെയ്യാം. The number of 3s must be less than or equal to 2. അടുത്തത് എന്തായിരിക്കും? 3ൻ്റെ ഒന്നുകിൽ 2ൽ കുറവായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ടു 2 ആയിരിക്കും. Such factors together with 1 give all the factors. എല്ലാത്തിലുമുള്ള ഫാക്ടർ ഏതാണ്? 1 ആണ്. For example, 24 is the product of 3 2s and 1 3. 24 എന്ന് പറയുന്നത് 3 2ൻ്റെയും ഒരു 3ൻ്റെയും പ്രോഡക്റ്റ് ആണ്. 24 equals 2 into 2 into 2 into 3. And 18 is the product of a single 2 and 2 3s. 18 എന്ന് പറയുന്നത് ഒരു 2ൻ്റെയും 2 3ൻ്റെയും പ്രോഡക്റ്റ് ആണ്. Can you find the factors of 200 like this? 200ൻ്റെ ഫാക്ടേഴ്സിനെ ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുമോ? 200 equals 2 into 2 into 2 into 5 into 5. Make a table like this. ഇതുപോലെ ഒരു ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? നോ 2. 2 ഇല്ലാത്തത് 1 2. ഒരു 2 ഉള്ളത് 2 2 2s 3 2s. ഇപ്പം നമ്മൾ മുകളിൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ ചെയ്യാനായിട്ടുള്ള വർക്കാണിത്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പേജിലെ കണക്ക് പറയട്ടെ. പേജ് നമ്പർ 102 അടുത്തായിട്ട് പറയുന്നത് ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടെത്താനായിട്ട് 242, 225, 400 ആൻഡ് 1000. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി ഹാവ് ഫൗണ്ട് ദ ഫാക്ടേഴ്സ് ഓഫ് 144. 144ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. നൗ ലെറ്റ്സ് ട്രൈ 144 into 5 ദാറ്റ് ഈസ് ഈക്വൽസ് 720. 720 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 into 3 into 3 into 5. We can separate the factors as those without 5 and those with 5. The factors without 5 are factors of 144 and those can be found as before. മുമ്പ് കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോ 2, നോ 1 2, 2 2s, 3 2s, 4 2s അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. Multiplying all these by 5 gives the ഫാക്ടേഴ്സ് വിത്ത് 5. ഇതിനെ എല്ലാത്തിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ഉള്ള ഫാക്ടേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 5ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാം. പേജ് നമ്പർ 102 ലെറ്റ്സ് റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 720 ഇൻ എ സിംഗിൾ ടേബിൾ. ഒറ്റ ടേബിളിൽ
720യുടെ എല്ലാ ഫാക്ടേഴ്സും എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. ഓക്കെ. വാട്ട് അബൌട്ട് 144 ഇൻറ്റു 25? 144 ഇൻറ്റു 25 എത്രയാണ് നമുക്ക് ആൻസർ ഇടുന്നത്? 3600 ആണ്. അപ്പോൾ ഇതിൽ we can expand the factors table of 720 like this. 720യുടെ ടേബിൾ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ 45, 90, 180, 360, 720 എന്നുള്ള രീതിയിൽ 3 2s 4 2s ഒക്കെ വരുന്നത് എഴുതി. ഇനി അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പേജ് നമ്പർ 104 അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് factorize each of the numbers below as the product of the primes and write all the factors in the table. Write also the number of factors of each. ഇതിൽ ഓരോന്നിൻ്റെയും ഫാക്ടേഴ്സും നമ്പർ ഫാക്ടേഴ്സ് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ 72ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ഇതിനകത്ത് തന്നിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ബോക്സിൽ തന്നിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 6, 10, 15, 14, 21. ഫൈൻഡ് സം അതർ നമ്പേഴ്സ് വിത്ത് എക്സാക്ട്ലി 4 ഫാക്ടേഴ്സ്. പൂർണ്ണമായും 4 ഫാക്ടേഴ്സ് വരുന്ന വേറെയും നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കി കണ്ടെത്തുക. ഓക്കെ. 6ന് 4 ഫാക്ടേഴ്സ് അല്ലേ വരുന്നുള്ളൂ. 6ഉം 1ഉം 2ഉം 3ഉം. 10നും അതുപോലെ തന്നെയാണ് വരുന്നത്. 10ഉം 1ഉം 5ഉം 2ഉം. 15നും അതുപോലെ തന്നെയല്ലേ വരുന്നത്. 5ഉം 3ഉം വരുന്നുണ്ട്. പിന്നെ 15ഉം 1ഉം വരുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടതാണ്. Is it correct to say that any number with exactly 4 factors is the product of 2 distinct primes? 2 വ്യത്യസ്തങ്ങളായ പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും 4 ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അടുത്ത ഹെഡിങ് എന്താണ്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. വി നോ ഹൗ ടു ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 64. 64ൻ്റെ ഫാക്ടേഴ്സ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. വിത്തൗട്ട് റൈറ്റിംഗ് ഡൗൺ ഓൾ ദ ഫാക്ടേഴ്സ് ക്യാൻ വി ജസ്റ്റ് ഫൈൻഡ് ദ നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര നമ്പർ ഉണ്ടെന്ന് എഴുതി നോക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? 64നത് 2 × 2 × 2 × 2 × 2 × 2. We can say 1 2, 2 2s, 3 2s and so on to get factors. How many such factors are there? Here there are 6 2s. So we can take 1 2 6 2s and 1 is also a factor. 6ൻ്റെ ഒരു ഫാക്ടറാണല്ലോ 1 എന്ന് പറയുന്നത്. എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടറാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 6 + 1 7 ഫാക്ടേഴ്സ് ഇൻ ഓൾ. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ എത്ര ഫാക്ടേഴ്സ് കാണും? 7 ഫാക്ടേഴ്സ് കാണും. ക്യാൻ വി ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 243 ലൈക്ക് ദിസ്? 243 ഇങ്ങനെയാണെങ്കിൽ എത്ര ഫാക്ടേഴ്സ് കാണും? 3 × 3 × 3 × 3 × 3. 5 3s ഉണ്ട് അല്ലേ? ഹൗ മെനി 3s? 5 3s. 5 + 1 അപ്പോൾ എത്ര ഫാക്ടേഴ്സ് കാണും? 6 ഫാക്ടേഴ്സ് കാണും. ടേക്കിംഗ് 1 3 2 is 3 3s and so on. How many factors do we get? That is 6 factors. Okay. Together with 1, 5 + 1 6 factors in all. If a number can be split as the repeated product of a single prime, how do we find the number of factors of that number quickly? What if we have two primes? For example, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ let's take 64 × 3. എത്രയാണ് ആൻസർ? 192. 192ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 2 × 2 × 2 × 2 × 2 × 2 × 3. 1 and the product of 2s give 7 factors as above.
The factors multiplied by 3 gives another 7 factors. Altogether, എല്ലാം കൂടി ചേർത്ത് എത്ര കിട്ടും? 14 factors. How about one more 3? ഒരു 3യും കൂടെ വന്നാലോ? So, how many factors does 192 into 3, that is 576 have? 576 എങ്ങനെ എഴുതാം? 576 equals 2 into 2 into 2 into 2 into 2 into 2 into 3 into 3. We can separate the factors of 576 like this. 576ൻ്റെ ഫാക്ടേഴ്സിനെ നമുക്ക് ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? ഫാക്ടേഴ്സ് വിത്തൗട്ട് 3. 3 ഇല്ലാത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4, 8, 16, 32, 64. പ്രോഡക്റ്റ് ഓഫ് ദീസ് ബൈ 3. ഓക്കെ, ഇതിൻ്റെ പ്രോഡക്റ്റ് ഏതാണ്? 3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, 6, 2 ഇൻറ്റു 3, 6, 12, 24, 48, 96, 192. നെക്സ്റ്റ് ഏതാണ്? പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫാക്ടേഴ്സ് ബൈ 2 3s. അപ്പോൾ 1നെ 2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 3s എത്രയാണ്? 9. നെക്സ്റ്റ് 6 into 3 18. നെക്സ്റ്റ് 12 into 3 36. അടുത്ത 24 into 3 72. 48 into 3 144. 96 into 3 288. 192 into 3 576. 7 of each type. 7 into 3 21 in all. 7നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എല്ലാം കൂടെ എത്ര വരും? 21 എണ്ണം വരും. We can put this in a different way. Take the products of 2s and 3s separately. 576 equals 64 into 9. Look at the 3 types of factors of 576 again. വീണ്ടും വരുന്ന 576ൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ 3 ടൈപ്പിലുള്ള 1, 2, 4, 8, 16, 32, 64. ഫാക്ടേഴ്സ് ഓഫ് 64. നെക്സ്റ്റ് 3, 6, 12, 24, 48, 96, 192. Product of the factors of 64 by the factor of 3യും 9. 3 and 9. നെക്സ്റ്റ് തേർഡ് എന്ന് പറയുന്നത് 9, 18, 36, 72, 144, 288, 576. Products of the factors of 64 by the factor of 9 of 9. We can also say that the factors we write first the product of the factors of 64 by the factor of 1 and 9, 1 of 9. Thus, the factors of 576 are the product of each factors of 64 by each factor of 9. 64 has 7 factors and 9 has 3 factors. So 64 into 9 equals 576 has 3 groups of 7 factors. That is 7 into 3 21 factors. Like this, can we find how many factors of 1000 has? ഈ രീതിയിൽ നമുക്ക് 1000 എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, 576ന് 21 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 1000 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 into 2 into 2 into 5 into 5 into 5. In this, 2 into 2 into 2 equals 8 has 4 factors, and 5 into 5 into 5, 125 also has 4 factors. We can multiply each of the 4 factors of 8 by each of the 4 factors of 125 to get all the factors of 1000. That is 4 groups of 4 factors, making 4 into 4 16 in all. Now let's see how many factors 3600 has. 3600ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? 3600 equals 2 into 2 into 2 into 3 into 3 into 5 into 5. That is 2 into 2 into 2 into 2 equals 16 has 5 factors. 3 into 3 equals 9 has 9 and 5 into 5 25 have
3 factors each. 3 × 3 9-ന് 3 ഫാക്ടേഴ്സാണുള്ളത്. അതുപോലെ തന്നെ 5 × 5 25-ന് 3 ഫാക്ടേഴ്സ് തന്നെയാണ് ഉള്ളത്. Multiplying each factor of 16, each factor of 9 gives 5 × 3 15 factors of 16 × 9. Multiplying each of these by factors of 25 give all factors of 16 × 9 × 25, that is equals 3600. That means 5 × 3 equals 45 factors. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ആണുള്ളത്? 15 × 3 45 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. Look, one more of the factors of 3600 done earlier. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ടേബിൾ പോലെ ചെയ്യാമല്ലോ 3600-നെ. പേജ് നമ്പർ 107-ൽ the factor table of a number is given below. Some of the factors are written. താഴെയാണെങ്കിൽ നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ള പോലെ ഒരു ഫാക്ടർ ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ചില നമ്പേഴ്സും എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങളോട് ഫില്ല് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ നമ്പർ വിത്ത് ദ ഫാക്ടർ ടേബിൾ? അതിനെ ചൊല്ലിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഫിൽ ഇൻ ദ നമ്പർ ഓഫ് സർക്കിൾസ്, റൈറ്റ് ദ നമ്പർ ഓഫ് ബിലോ ഇൻ ദ correct cells 4, 25, 140, 200. Which of the number below cannot be in the table? Okay, option തന്നിട്ടുണ്ട് 32, 40, 50, 200, 300, 350. നെക്സ്റ്റ് പേജ് നമ്പർ 108-ലും ഇതിൻ്റെ തന്നെ ബാക്കിയായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ടുള്ളതാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ് നമ്പേഴ്സ്. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക.